ബീഹാറിൽ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. എൻഡിഎയുടെ പ്രചാരണത്തിന് കരുത്തുപകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും ബീഹാറിലെത്തും. പട്നയിൽ നരേന്ദ്രമോദിയുടെ മെഗാ റാലിയിലും പൊതുപരിപാടികളിലും 14 മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കും. എൻഡിഎ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ബീഹാറിൽ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പ്രചാരണങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എൻഡിഎ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു. ആവേശമായി നാളെ പ്രധാനമന്ത്രി വീണ്ടും ബീഹാറിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന കാഴ്ച തന്നെയല്ലേ കാണാൻ കഴിയുക? രോഹിണി, ബീഹാറിൽ പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഈ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് ഇനി കേവലം 3 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാകുന്നു. ഞാനിപ്പോഴുള്ളത് പട്നയിലാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി കനത്ത മഴ പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നുവെങ്കിൽ പോലും അതിനിടയിലും പ്രചാരണ റാലികൾ നിലവിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തും. നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതു റാലികൾക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രാധാന്യം നൽകുന്നത്. 3ഉം 4ഉം മണ്ഡലങ്ങളിൽ ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ ചേർത്തുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മെഗാ റാലികളാണ് നടത്തുന്നത്. BJPയും JDUവും LJPയും ഉൾപ്പെടുന്ന NDA സഖ്യം മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും ഒപ്പം സംസ്ഥാന നേതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് ഇതിനോടകം തന്നെ 12ലധികം റാലികൾ നടത്തിക്കഴിഞ്ഞു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാനിപ്പോൾ ഉള്ളത് പട്നയിലെ BJP ഓഫീസിന് മുൻപിലാണ്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ബീഹാറിലെത്തുന്നുണ്ട്. ഇവിടെ പട്നയിൽ ഗാന്ധി സ്ക്വയറിന് സമീപം മെഗാ റാലിയാണ്, മെഗാ റോഡ് ഷോ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുക. തീർച്ചയായും അത് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ ഏറ്റവും ഒന്നാമതുള്ള പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ റാലിക്ക് അത്രയധികം ആളുകളുണ്ടാകും. അതിൻ്റെ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിക്കാണ് പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉള്ളത്. ഇന്നലെ NDA പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിൽ കൃത്യമായിട്ടുള്ള ഈ നിലവിൽ തുടർന്നു വരുന്ന വികസന പദ്ധതികൾ അത് കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനവുമാണ് ഈ ഒരു പ്രകടന പത്രികയിൽ BJP നൽകിയിട്ടുള്ളത്. 1 കോടിയിലധികം ആളുകൾക്ക് സർക്കാർ ജോലികൾ നൽകും, അതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കും. കൂടാതെ തൊഴിൽ അവസരം വർദ്ധിപ്പിക്കുന്നതിനായി ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എല്ലാ ജില്ലകളിലും മെഗാ സ്കിൽ സെൻ്ററുകൾ, യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനായി മെഗാ സ്കിൽ സെൻ്റർ, 1 കോടി സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികൾ, കർപ്പൂരി ഠാക്കൂർ കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ പ്രതിവർഷം 3000 രൂപയുടെ അധിക ആനുകൂല്യം. നിലവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുണ്ട്. അതിന് പുറമെയാണ് ഈ കർഷകർക്ക് പ്രത്യേക പദ്ധതി കൂടി ഇപ്പോൾ BJP NDA ക്യാമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള. അത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളാണ് NDA ക്യാമ്പ് പ്രകടന പത്രികയിലൂടെ നൽകിയിട്ടുള്ളത്. ആ പ്രകടന പത്രിക ഇപ്പോൾ ആണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എഴുതുന്നത്. ഒപ്പം ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം പരിശോധിക്കുമ്പോൾ RJDയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രചാരണം നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. 143 മണ്ഡലങ്ങളിലാണ് RJD മത്സരിക്കുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് മുന്നേറാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല വേദികളിലും കോൺഗ്രസിനെ ഉൾപ്പെടുത്താനോ പോസ്റ്ററുകളിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താനോ രാഹുലിനെയും തേജസ്വി യാദവിനെയും ഘടകകക്ഷി നേതാക്കളെയും പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മെഗാ റാലി നടത്താനോ ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. സീറ്റ് വിഭജനവും അതേ തുടർന്നുണ്ടായിട്ടുള്ള സഖ്യ തർക്കങ്ങളുമെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. മറ്റൊന്ന് വികസനമാണ്. ബീഹാറിൻ്റെ വികസനം എത്രത്തോളം മുൻപോട്ട് പോകുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ബീഹാർ എന്നുള്ളത് മുൻകാലങ്ങളിൽ ഏത് സ്കെയിൽ വെച്ച് പരിശോധിക്കുമ്പോഴും ഭാരതത്തിലെ ഏറ്റവും പിന്നാക്ക സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നൊരു മേഖലയാണ്. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതിനെ എത്രത്തോളം മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനും നമ്മുടെ ടീം ഇവിടെ എത്തിയിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ടീം ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം ബീഹാറിൽ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മുൻനിർത്തിയാണ് BJP NDA സഖ്യത്തിൻ്റെ പ്രചാരണം മുൻപോട്ട് പോകുന്നത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.